ഹായ്, ഓൺലൈൻ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെട്രിസസ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് പറയാം. മെട്രിസസ് ഇസ് എ ഓർഡർഡ് റെക്ടാങ്കുലർ array of numbers or functions. The number of functions are called the elements or the entries of the matrices. ഇങ്ങനെയാണ് പറയുന്നത്. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഒരു ഫ്രെയിമിൽ നമ്മള് ഒരു സ്ക്വയർ പോലെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ, സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ്, ഈ ഒരു ഫ്രെയിമില് എന്തൊക്കെയോ എഴുതി വെക്കും. റൈറ്റ്? ഉദാഹരണത്തിന് ഞാൻ വെറുതെ റാൻഡം ആയിട്ട് 2-3 നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ 1, 3, 5 √3 ചുമ്മാ ആയിട്ടില്ല. ഇങ്ങനെ എഴുതുന്ന ഒരു ഫ്രെയിമിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു പേര് വിളിക്കാം. നോർമലി നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ എപ്പോഴും വിളിക്കാം, ABCD XYZ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഞാൻ ഇതിനെ A എന്ന് പറഞ്ഞു വിളിക്കും. അപ്പൊ A എന്ന് പറയുന്ന മെട്രിക്സ് ആണ് 1, 3, 5 √3. ഇതിലെ ഈ 1, 3, 5 √3 ഈ പറയുന്നതെല്ലാം എന്താണ്? ഇതിലെ എലമെന്റ്സ് ആണ്. അപ്പോ ഈ പറയുന്ന സംഭവത്തെ കുറിച്ച് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. റൈറ്റ്? അപ്പോ ഇതാണ് മെട്രിക്സ് എന്ന് ഓർത്തു വെക്കുക. അപ്പോ ഞാൻ ഒന്നുകൂടെ ആ ഡെഫിനിഷൻ വായിക്കുന്നു. എന്തായിരുന്നു ഡെഫിനിഷൻ? മെട്രിക്സ് ഇസ് an ordered rectangular array of numbers or functions. Right? The number of functions are called the elements or the entries of the matrix. അതായത് ഈ പറയുന്ന നമ്പേഴ്സിനാണ് നമ്മൾ പറയാം എലമെന്റ്സ് എന്ന് പറയാം. അവിടെ വരെ ക്ലിയർ ആയി കാണും. ഇനി നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ഓരോന്നായിട്ട് നോക്കിപ്പോ ആദ്യം നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടിയിരിക്കുന്നത് ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് ചോദിച്ചാൽ അത് പറയുന്നതിന് മുമ്പായിട്ട് ഇതിനകത്ത് 2 കാര്യങ്ങൾ കൃത്യമായി അറിയണം. അതിലെ ഫസ്റ്റ് വൺ, എന്താണ് റോ, എന്താണ് കോളം. ഈ പറയുന്ന മെട്രിക്സ് നമ്മൾ നോക്കിയത് എന്ന് പറഞ്ഞ ഈ മെട്രിക്സ് നോക്കിയാൽ ഇതിൽ നിങ്ങൾക്ക് റോയും കാണാം, കോളവും കാണാം. റോയും കോളം അറിഞ്ഞാത്ത സംഭവമൊന്നുമില്ല. ഇത് ഒരു റോ ആണ്. റൈറ്റ്? ഞാൻ ഇതിനെ R1 എന്ന് വിളിക്കും. ദാറ്റ് മീൻസ് റോ 1. ഇതാണ്ടേ, ഇത് രണ്ടാമത്തെ റോ ആണ്. അപ്പൊ ഇതിനെ ഞാൻ വിളിക്കും റോ 2 എന്ന് വിളിക്കും. റൈറ്റ്? അതുപോലെ തന്നെ ഇത് ഒരു കോളമാണ്. സോ ഇതിനെ ഞാൻ C1 എന്ന് വിളിക്കുന്നു. ഇത് അടുത്ത കോളമാണ്. ഞാൻ ഇതിനെ C2 എന്ന് വിളിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഓർഡർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മെട്രിക്സ് തന്നാൽ ആ മെട്രിക്സിൽ എത്ര റോ ഉണ്ട്, എത്ര കോളം ഉണ്ട്, ഇതാണ് ഈ പറഞ്ഞ ഒരു സംഭവത്തിന്റെ ഓർഡർ എന്ന് പറയും. അതായത് ഇനി നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൽ എത്ര റോ ഉണ്ട്. 2 റോ ഉണ്ട്. R1, R2. എത്ര കോളം ഉണ്ട്? 2 കോളം ഉണ്ട്. C1, C2. അപ്പോ ഇതിന്റെ ഓർഡർ എങ്ങനെയാണ് നോട്ട് ചെയ്യുന്നത് വെച്ചാൽ, പൊതുവെ ഒരു മെട്രിക്സിന്റെ ഓർഡർ നമ്മൾ സാധാരണ ഇവിടെ ആയിട്ട് നോട്ട് ചെയ്യും. അതായത് ഏതാണോ മെട്രിക്സ് അതിന്റെ താഴെയായിട്ട് അതിന്റെ ഓർഡർ നോട്ട് ചെയ്യും. ആദ്യം നോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് റോയും, രണ്ടാമത് നോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് കോളവും ആയിരിക്കും. അതായത് ഇതില് റോ എത്രയാണെന്ന് ചോദിച്ചാൽ ഇതിൽ 2 റോ ഉണ്ട്. കറക്റ്റ്? 2 റോ. എത്ര കോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കോളം. അപ്പോ എഴുതുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താണെന്ന് വെച്ചാൽ ഇതൊരു 2x2 മെട്രിക്സ് ആണ് എന്ന ഫ്രെയിമിൽ പറയുമ്പോൾ ഇതിൽ 2 റോയും ഉണ്ട്, 2 കോളവും. അപ്പോൾ വായിക്കുന്നത് 2x2 എന്നല്ല, ഇറ്റ്സ് എ 2x2 മെട്രിക്സ്. ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ മെട്രിക്സിന്റെ ഓർഡർ ക്ലിയർ ആയിട്ടുണ്ടാവും. ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? 2x2. അതായത് റോയും കോളവും നോക്കി നമ്മൾ ഒരു മെട്രിക്സിന്റെ ഓർഡർ തീരുമാനിക്കും. നമുക്ക് മറ്റൊരു മെട്രിക്സ് നോക്കിയാലോ? അതാണ് ഞാൻ B എന്ന് പറഞ്ഞ് മറ്റൊരു മെട്രിക്സ് വിളിക്കുന്നു. B എന്ന് പറഞ്ഞ മെട്രിക്സിനകത്തുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് 2, 3, 9. റാൻഡമായിട്ട് മനസ്സിൽ വരുന്ന ഒരു സംഭവം എഴുതുന്നേ ഉള്ളൂ. റൈറ്റ്? ഇതിന്റെ ഓർഡർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പറയാൻ പറ്റും. കാര്യം ഇതിനകത്ത് എത്ര റോ ഉണ്ട്? 1, 2, 3. സോ 3 റോ ഉണ്ട്. റോ ആണല്ലോ നമ്മൾ ആദ്യം എടുത്തില്ല. അടുത്ത എത്ര കോളം ഉണ്ട്? ഒരൊറ്റ കോളമേ ഉള്ളൂ. സോ 1 കോളമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഓർഡർ എത്രയാണെന്ന് വെച്ചാൽ 3/1. ഇതാണ് ഓർഡർ. റൈറ്റ്? ഒരുവിധം മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മെട്രിക്സ് തന്നെ പല ടൈപ്പ് മെട്രിക്സ് ഉണ്ട്. അത് 1/1 എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. അപ്പോ മെട്രിസസിന്റെ അടുത്ത പോയിന്റിലേക്ക് പോവാം. ടൈപ്സ് ഓഫ് മെട്രിസസ് ആണ് പറയുന്നത്. അതായത് മെട്രിസസിന്റെ ടൈപ്പ്. ഓരോ ഫ്രെയിം ഉണ്ട്. ഈ ടൈപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞില്ലേ, ഓർഡർ എന്ന് പറഞ്ഞില്ലേ, ആ ഓർഡറിനകത്ത് വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ഈ പറയുന്ന മെട്രിസസിന്റെ പേരുകളും കാര്യങ്ങളൊക്കെ മാറും. അതിൽ ആദ്യത്തത് നമുക്ക് നോക്കാം. ഒന്ന് വരച്ച് തന്നെ പറയാൻ പറ്റുമായിരിക്കും. ഞാൻ നേരത്തെ എഴുതിയതാണെങ്കിൽ പോലും ഇതാണ് ഒന്ന് എഴുതുന്നു. A is equal to 1, 2, 3 എത്രയാണ്? 1, 2, 3. ഇഷ്ടമുള്ള നമ്പർ നമുക്ക് എലമെന്റ്സ് ആയിട്ട് എടുക്കാം. ഞാൻ റാൻഡമായിട്ട് പറഞ്ഞു 1, 2, 3 എന്ന് പറഞ്ഞു.
ഈ പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എത്രയാണെന്ന് വെച്ചാൽ ഇച്ചിരി മുമ്പ് പഠിച്ചു തന്നെ നല്ല വൃത്തിയായിട്ട് അറിയാം. കാരണം ഇതില് 3 റോ ഉണ്ട്, ഒരൊറ്റ കോളമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഓർഡർ എത്രയാണ്? 3/1. ഓക്കെ, അങ്ങനെ വരുമ്പോ ഈ മെട്രിക്സിനകത്ത് 3 റോയിൽ ഒരു കോളമല്ലേ ഉള്ളേ. സോ ഇതിൽ ഒരു കോളമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് കോളം മെട്രിക്സ്. എന്താ വിളിക്കാം? കോളം മെട്രിക്സ്. കോളം ഒരെണ്ണമേ ഉള്ളൂ. സോ വി കോൾ ഇറ്റ് ആസ് കോളം മെട്രിക്സ്. അപ്പോ അടുത്തത് ബി എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു മെട്രിക്സ് വിളിക്കാം. ബി എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് √3, 5, 9 ഈ പറയുന്നതിനകത്ത് എന്താ ഇതിന്റെ ഓർഡർ നമുക്ക് ആദ്യം സംസാരിക്കാം. പറയുന്നത് എത്ര റോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോ ഉണ്ട്. ആദ്യം റോ ആണല്ലോ എഴുതാം. 3 കോളം ഉണ്ട്. 1, 2, 3. സോ ഇതിന്റെ ഓർഡർ എത്രയാണ്? 1/3. അപ്പോ 1/3 ആണ് ഇതിന്റെ ഓർഡർ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഒരു റോയേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഇതിനെ എന്ത് വിളിക്കാം? റോ മെട്രിക്സ് എന്ന് വിളിക്കാം. പറയാൻ എളുപ്പമാണ്. കാര്യം എന്താ? ഇത് ഒരു കോളമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ കോളം മെട്രിക്സ് എന്നും, ഇതില് ഒരു റോയേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് വിളിക്കാം? റോ മെട്രിക്സ് എന്ന് വിളിക്കും. അപ്പോ 2 മെട്രിക്സ് ആയ ടൈപ്സ് ഓഫ് മെട്രിക്സ് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തത് കോളം മെട്രിക്സും രണ്ടാമത്തെ എന്താണ്? റോ മെട്രിക്സും. ഇനി പറയാൻ പോകുന്നത് സി എന്ന് വിളിക്കുന്നു. 1, 2, 3, 4, 9, √3, √2, 5, -6. എന്ത് നമ്പർ വേണമെങ്കിലും വരാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ റാൻഡമായിട്ട് കുറെ നമ്പേഴ്സ് സെലക്ട് ചെയ്യുന്നത്. റൈറ്റ്? ശരി, ഇതിന്റെ ഓർഡർ എത്രയാണെന്ന് വെച്ചാൽ എങ്ങനെ പറയാം? നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. കാര്യം എന്താ? 3 റോയും 3 കോളവും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മെട്രിക്സിന്റെ റോ നമ്പർ 3 ആണ്, കോളം നമ്പർ 3 ആണ്. സോ ഇതിന്റെ ഓർഡർ എത്രയാണെന്ന് വെച്ചാൽ 3/3 ആയിരിക്കും. അപ്പോ 3/3 ഓർഡറിലുള്ള ഈ മെട്രിക്സിനെ നമ്മൾ എന്താ വിളിക്കാന്ന് വെച്ചാൽ നോക്കുമ്പോൾ അറിയാം ഈക്വൽ നമ്പർ ആണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സ്ക്വയർ സൈഡ്സ് ഈക്വൽ എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിന്റെ ഓർഡർ സെയിം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മെട്രിക്സിനെ വിളിക്കുന്ന പേര് സ്ക്വയർ മെട്രിക്സ് എന്നാണ്. എന്താ വിളിക്കാം? സ്ക്വയർ മെട്രിക്സ്. അപ്പോ അത് മനസ്സിലായിട്ടുണ്ടാവും. സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇത് 3/3 ആണ് എന്ന് വെച്ചാൽ അത് എത്രയാണ് ചുരുക്കം. അതായത് റോയുടെയും കോളത്തിന്റെ നമ്പർ സെയിം ആണെങ്കിൽ ആ മെട്രിക്സുകളെല്ലാം എന്താണ്? സ്ക്വയർ മെട്രിക്സ് ആണ്. 2/2, 2 റോയും 2 കോളവും. 4/4, 4 റോയും 4 കോളവും. ക്ലിയർ? അതാണ് സ്ക്വയർ മെട്രിക്സ്. ഇനി അടുത്തത് റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇത് തന്നെ മാനിച്ചൊരു ചെറിയൊരു ചേഞ്ച് വരുത്താം. നോക്കാം. റെക്ടാങ്കുലർ മെട്രിക്സ് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഇതിന്റെ ഓർഡർ പറയുകയാണെങ്കിൽ ഇതിൽ എത്ര റോ ഉണ്ട്? 1, 2, 3. 3 റോ ഉണ്ട്. എത്ര കോളം ഉണ്ട്? 1, 2, 3, 4. 4 കോളം. സോ ഇതിന്റെ ഓർഡർ എന്തായിരിക്കും? 3/4 ആയിരിക്കും. അപ്പോ ഡിഫറെന്റ് ആയിട്ടുള്ള റോയും കോളവും വരികയാണെങ്കിൽ ഈ ഒരു രീതിയിൽ വരുന്ന മെട്രിക്സിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇതില് നമുക്ക് ഇതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് പഠിക്കാനില്ല. നമുക്ക് ആ സ്ക്വയറിന്റെ കണ്ടിന്യൂഷൻ ആണ് കൂടുതലുള്ളത്. റൈറ്റ്? അപ്പോ സ്ക്വയർ മെട്രിക്സിന്റെ ബാക്കി പറയാണ്. അപ്പോൾ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരുന്നത് സ്ക്വയർ മെട്രിക്സിനെ കുറിച്ചായിരുന്നു. സ്ക്വയർ മെട്രിക്സില് ഇതിന്റെ സബ് ഡിവിഷൻ ആയിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് മെട്രിക്സുകളെ കുറിച്ച് സംസാരിക്കാം. അതായത് ഞാൻ ഇതിനകത്ത് ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. സ്ക്വയർ മെട്രിക്സ് തന്നെയാണ്. എന്നിട്ട് ഈ ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കി എല്ലായിടത്തും ഞാൻ 0 ഇട്ട് കൊടുക്കും. ഉറപ്പായിട്ടും ഈ സ്ക്വയർ മെട്രിക്സ് തന്നെയാണ്. ഓർഡറാണ് 3/3 തന്നെയാണ്. അതിൽ മാറ്റമൊന്നുമില്ല. ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കി എല്ലായിടവും 0 ഇട്ട് കൊടുക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഡയഗണൽ മാത്രമേ ഉള്ളൂ മെട്രിക്സ്. ഓർക്കേണ്ട കാര്യം ഡയഗണൽ ഇങ്ങനെ മാത്രമാണ് നമ്മൾ ആലോചിക്കുക. ഞാൻ 3-4 വട്ടം പറയാതെ പറഞ്ഞു കഴിഞ്ഞതിന്റെ പേര് ഈ മെട്രിക്സിന്റെ പേര് സ്ക്വയർ മെട്രിക്സ് തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം ഡയഗണൽ എലമെന്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ പറയുന്നത് ഡയഗണൽ മെട്രിക്സ് എന്നാണ്. മനസ്സിലായിട്ടുണ്ടാവാം. ഡയഗണൽ എലമെന്റ് മാത്രമേ ഉള്ളൂ. ആലോചിക്കേണ്ടത് ഇങ്ങനെ മാത്രമാണ് നമ്മൾ ഡയഗണൽ നോട്ട്, ഇങ്ങനെ ചിന്തിക്കരുത്. ഓക്കെ, അടുത്തത് ഈ പറയുന്ന ഡയഗണൽ മെട്രിക്സ് തന്നെ ഞാൻ വേറൊരു മാറ്റം വരുത്താൻ പോവുകയാണ്. അതായത് ഡയഗണൽ എലമെന്റില് ഞാൻ ഒരേ നമ്പർ തന്നെ കൊടുക്കും. അപ്പോ ബാക്കിയെല്ലാം 0 തന്നെയാണ്. ഡയഗണൽ എലമെന്റ് മാത്രം സെയിം നമ്പർ വരും. ചുരുക്കി പറഞ്ഞാൽ ഇത് സ്ക്വയർ മെട്രിക്സ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇത് ഡയഗണൽ മെട്രിക്സ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇതിനെ
എടുത്തു പറയുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഡയഗണൽ മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നതാണല്ലോ, സ്ക്വയർ മെട്രിക്സിനാണ് ഈ ഡയഗണൽ മെട്രിക്സ് വരിക. അതില് ഇതിനെ എടുത്തു പറയുന്നത്, അതായത് ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിം ആയിട്ട് വന്നാൽ എടുത്തു പറയുന്നത് സ്കേലാർ മെട്രിക്സ് എന്നാണ്. എന്താ പറയാ? സ്കേലാർ മെട്രിക്സ്. മനസ്സിലായിട്ടുണ്ടാവും. അപ്പോ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നതിന്റെ ഓർഡർ നമ്പർ ഓഫ് റോ നമ്പർ ഓഫ് കോളം സെയിം ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തത് ഈ പറഞ്ഞ ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സ് മാത്രം ഉണ്ടാവും, അത് ഡിഫറെന്റ് നമ്പേഴ്സ് ആയിരിക്കും. 2, 3, 5 എന്ന് എന്ത് വേണമെങ്കിലും ഡയഗണൽ എലമെന്റ് ഡിഫറെന്റ് ആയിട്ട് വരാം. ഇനി സ്കേലാർ മെട്രിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നമ്പർ ആണോ ആ ഡയഗണൽ ത്രൂ ഔട്ട് അതേ നമ്പർ തന്നെ, റൈറ്റ്? അപ്പോ അതിനെയാണ് നമ്മൾ എന്ത് പറയാം? സ്കേലാർ മെട്രിക്സ് എന്ന് പറയാം. ഒരെണ്ണം കൂടെ ഇതേ സ്ക്വയർ മെട്രിക്സിലെ ഇതേ ഡയഗണൽ മെട്രിക്സിലെ ഒരു സംഭവം കൂടെ പറയാം. അതായത് ഈ പറഞ്ഞ ഡയഗണൽ എലമെന്റ്സ് നമ്മള് ഈ പറഞ്ഞ ഡിഫറെന്റ് നമ്പേഴ്സോ അല്ലെങ്കിൽ സെയിം നമ്പേഴ്സോ എഴുതുന്നതിന് പകരം എല്ലാം 1 തന്നെയാണെന്ന് വിചാരിക്കും. അതായത് സ്ക്വയർ മെട്രിക്സ് ആണ്, ഡയഗണൽ എലമെന്റ് മാത്രമേ ഉള്ളൂ, ആ തന്നിരിക്കുന്ന ഡയഗണൽ എലമെന്റ് 1 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മെട്രിക്സിനെ വിളിക്കുന്ന പേര് ഐഡന്റിറ്റി മെട്രിക്സ് എന്നാണ്. ടൈപ്സ് ഓഫ് മെട്രിക്സിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യമല്ലാത്ത ഒരു സംഭവം കൂടെ, ഒരു മെട്രിക്സ് കൂടെ ഉണ്ട്. കാര്യമൊന്നുമില്ല. അതായത് സീറോ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. സീറോ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ അല്ലേ? എന്താ സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അതിലുള്ള എലമെന്റ്സ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അതിന് എന്തോ ആയിക്കോട്ടെ, ഇനിയിപ്പം 4 എലമെന്റോ 2 എലമെന്റ് ആണെങ്കിലും മെട്രിക്സ് എന്ത് തന്നെയാണ്? സീറോ മെട്രിക്സ് ആണ്. ഇതുകൂടെ ഒന്ന് ഓർത്തു കിട്ടാം, റൈറ്റ്? അടുത്ത ഇനി പറയാൻ പോകുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വാളിറ്റി ഓഫ് മെട്രിക്സസ് ആണ്. ഈ ഇക്വാളിറ്റി ഓഫ് മെട്രിക്സസ് പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അതായത് ഇപ്പോ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടല്ലോ, ആ മെട്രിക്സിന്റെ ഓർഡർ എന്തോ ആയിക്കോട്ടെ, ഞാനിപ്പോ പറയാണ് അതിനകത്ത് m റോയും n കോളവും ഉണ്ടെങ്കിൽ അതിനെ m/n മെട്രിക്സ് എന്ന് പറയാം. അപ്പൊ അതിന്റെ ഓർഡർ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ m/n ആണ്. ഇപ്പൊ m n എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. m എന്താണ്? നമ്പർ ഓഫ് റോയും, n എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് കോളംസും. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ എഴുതുന്ന ഓരോ എലമെന്റ്സ് ഉണ്ടല്ലോ, അതായത് നമ്പറുകൾ എഴുത്തില്ലേ, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: AIJ, സ്മോൾ ലെറ്റർ എ, സ്മോൾ ലെറ്റർ ഐ, സ്മോൾ ലെറ്റർ ജി. ഈ ഒരു ഫ്രെയിമിലാണ് നമ്മൾ എഴുതുക. എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഉദാഹരണത്തിന് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു പോകുന്നതായിരിക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള ഐഡിയ എന്ന് തോന്നുന്നു. ചിന്തിക്കുക, ഞാനൊരു 2x2 മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഒരു 2x2 മെട്രിക്സ്. ഈ 2x2 മെട്രിക്സ് എന്ന് വെച്ചതാണ് അതിൽ 2 റോയും 2 കോളവും ഉണ്ട്. അപ്പൊ എനിക്ക് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഫോം ചെയ്യണം. അതൊരു 2x2 മെട്രിക്സ് ആയിരിക്കണം. ക്വസ്റ്റ്യൻ ഞാൻ പറയാണ്, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എനിക്ക് ഫ്രെയിം ചെയ്യണം. അതിന്റെ ഓർഡർ 2x2 ആയിരിക്കണം. അതിലെ ഉള്ള എലമെന്റ്സിന്റെ രീതി ഇങ്ങനെ ആയിരിക്കണം. അതിലുള്ള എലമെന്റ്സ് AIJ എങ്ങനെ വരണമെന്ന് ചോദിച്ചാൽ I+J ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഞാൻ എഴുന്നേരിക്കും നോക്കണം. എ എന്ന് പറയുന്ന ആ സംഭവം എടുത്ത് വെച്ച് എഴുതും. ഒരു 2x2 എന്ന് പറയുമ്പോൾ അതിന്റെ ഓർഡർ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതിൽ 2 റോയും 2 കോളവും ഉണ്ടാകും. സോ ആ രീതിയിൽ ഞാൻ ഒരു ബോക്സ് വരയ്ക്കാം. അപ്പൊ ഇതിന് ഇതൊരു 2x2 മെട്രിക്സ് ആയിട്ട് വരും. ഇനി ഇതിലുള്ള എലമെന്റ്സ് ഓരോന്നായിട്ട് എടുത്ത് എഴുതണം. അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഫ്രെയിം ഒന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. കാരണം ഞാൻ ഇങ്ങനെ വരച്ച് കാണിക്കാൻ പോവാണ്. 2x2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതില് 2 റോ ഉണ്ട്, R1 R2 എന്ന് വിളിക്കുന്നു. 2 കോളങ്ങളുണ്ട്, C1 C2 എന്ന് വിളിക്കുന്നു. ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റുകളിലെ ഇവിടെ എല്ലാം ഓരോ എലമെന്റ്സ് വെച്ച് ഫോം ചെയ്യുമെന്നുള്ളത് നമുക്കറിയാം. കാര്യം മൊത്തം 4 എലമെന്റ്സ് അല്ലേ ഉള്ളൂ. 1 2 3 4. ഏറ്റവും എളുപ്പത്തിൽ ആലോചിക്കാനുള്ള ഒരു മാർഗം പറഞ്ഞുതരാം. അതായത് 2x2 ആണെങ്കിൽ ഈ 2x2 മെട്രിക്സിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × 2 എത്ര 4, അത്ര എലമെന്റ്സ് ഉണ്ടാവും. 3x3 ആണെങ്കിലോ 3 × 3 9 എലമെന്റ്സ് ഉണ്ടാവും. ആ 9 എലമെന്റ്സിന്റെ പൊസിഷനെ കുറിച്ചാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. അതായത് ഈ പൊസിഷനെ കുറിച്ചാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ എലമെന്റ് ഉണ്ടാവുമല്ലോ. ഈ എലമെന്റ് പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ നോക്കി പറഞ്ഞു, ഇത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ് അല്ലേ ഇത്? അതായത് നമ്മളൊരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഓരോരുത്തരും ഇരിക്കുന്ന പൊസിഷനെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടാവും. അതായത് ഫസ്റ്റ് റോയിൽ ഇരിക്കുന്ന ആളെന്ന് എഴുന്നേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കൃത്യമായി പറയാൻ പറ്റും ഇന്ന പൊസിഷനാണ്. സെക്കൻഡ് ഇരിക്കുന്ന ആളെന്ന് എണ്ണീറ്റ്, ലാസ്റ്റ് ബെഞ്ചിലെ രണ്ടാമത് ഇരിക്കുന്ന ആളെന്ന് എണ്ണീറ്റ് എന്ന് പറയുമ്പോൾ അത് ഓരോന്നിനും ഓരോ പൊസിഷൻ ഉണ്ട് അല്ലെ? അതേപോലെ തന്നെ മെട്രിക്സിനും ഈ പറയുന്ന എലമെന്റ്സ് 4 എണ്ണം ഉണ്ടെന്ന് അറിയാം. ഈ 4 എലമെന്റിന് ഓരോ പൊസിഷൻസ് ഉണ്ടാവും. അതിലെ ഈ പറയുന്ന ആദ്യത്തെ എലമെന്റിന്റെ പൊസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ
ഈ പറയുന്നതിന്റെ രീതി ഇങ്ങനെ എഴുതുക. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോ ഈ ഫസ്റ്റ് എലമെന്റ് ആണ് ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ്. ഇതോ ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിലുള്ള എലമെന്റ്. ഇതോ സെക്കൻഡ് റോ ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ് അല്ലെ. സെക്കൻഡ് റോ ആണ്, പക്ഷെ കോളം എന്ത് തന്നെ ഫസ്റ്റ് വൺ തന്നെ. ഇതോ സെക്കൻഡ് റോ സെക്കൻഡ് കോളം. ഇനി ഞാൻ പറഞ്ഞത് കണക്റ്റാവും. അതായത് എ ഇസ് ഈക്വൽ ടു എ ഐ ജെ ഐയും ജെയും എന്താണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഈ ഐ എന്ന് പറയുന്നത് റോയുടെ നമ്പറും ജെ എന്ന് പറയുന്നത് കോളത്തിന്റെ നമ്പറുമാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഈ പറയുന്ന എലമെന്റ് ഐയും ജെയും നോക്കിയാൽ പറയാൻ പറ്റും അല്ലെ. ഇവിടെ ഐ എന്ന് പറയുന്ന റോ 1 ആണ്, ജെ എന്ന് പറയുന്നതും 1 തന്നെയാണ്. രണ്ടാമത്തെ എലമെന്റ് പറയുമ്പോഴോ ഐ എന്ന് പറയുന്നത് 1ഉം ജെ എത്രയാണ് 2 ആണ്. ഇനി മൂന്നാമത്തെ ഈ പറയുന്ന എലമെന്റ് പറയണമെങ്കിൽ ഐ എന്ന് പറയുന്നത് 2ഉം ജെ എന്ന് പറയുന്നത് 1ഉം, നാലാമത്തെ പറയുമ്പോൾ ഐയും ജെയും രണ്ടും എന്ത് തന്നെയാണ് 2 തന്നെയാണ്. ഈ ഫ്രെയിമിൽ നമ്മൾ എഴുതാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 by 1 നോക്കാം. ഫസ്റ്റ് A11 അതാണ്ട് ഇവിടെ എഴുതുന്നത് A11 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഇവിടുത്തത് A12 ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഇവിടെ എഴുതാൻ പോകുന്നത് A21 സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. ഇവിടെ എഴുതുന്നത് A22 സെക്കൻഡ് റോ സെക്കൻഡ് കോളം. ഇതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് നമുക്കൊന്ന് കണ്ടുപിടിക്കണം അല്ലെ. കണ്ടുപിടിച്ചാലേ എഴുതാൻ പറ്റും. ആദ്യം ഓരോന്നായിട്ട് AIG. അപ്പൊ ആദ്യം നമുക്ക് A11 അത് A11 തന്നെ കണ്ടുപിടിക്കട്ടെ. സത്യം പറഞ്ഞാൽ നമുക്ക് AIJ എന്ന ഫ്രെയിമിലെ കിടക്കാം. ഞാൻ ഇങ്ങോട്ട് ഒന്നുകൂടെ മാറ്റിയിരുന്നു. AIJ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞത് I പ്ലസ് ജെ എന്ന് പറഞ്ഞ ഫ്രെയിമിൽ എഴുതണമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കുമ്പോൾ ഉറപ്പായിട്ട് പറയാൻ പറ്റും എന്താണ് 1 plus 1 ആണ്. എത്ര 1 plus 1 2 ആണ്. അപ്പൊ ഉറപ്പായിട്ടും ഞാൻ ആ മെട്രിക്സ് എടുത്ത് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ? അടുത്തത് പറയുന്നു നോക്കുക. നമുക്കിനി അടുത്ത വേണ്ടതാണ് A12 ആണ്. സോ A12 ആണ്. A12 എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ 1 കാര്യം ഐയുടെ സ്ഥാനത്ത് 1ഉം ജെയുടെ സ്ഥാനത്ത് 2 ആണ് കിടക്കുന്നത്. 1 plus 2 എത്ര വരിക 3 എന്ന് പറയുന്നത്. സോ ഇത് തലത്തിൽ എത്ര ആയിരിക്കും 3 വരും. ക്ലിയർ? അടുത്തത് A21 ആണ് കണ്ടുപിടിക്കേണ്ടത്. A21 എത്രയാണെന്ന് വെച്ചാൽ 2 plus 1 വരും. അതെന്താണെന്ന് വെച്ചാൽ 3 ആയിരിക്കും. അതുപോലെ തന്നെ A22 അപ്പം ഞാൻ 3 എടുത്തുകൊണ്ടേ തരാം. അതിനുശേഷം A22 ഉണ്ട്. A22 എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 plus 2 ആണ്. എത്ര 2 plus 2 വരിക 4 വരിക. സോ ആ 4 എടുത്ത് ചുരുക്കി പറഞ്ഞാൽ ഐ എന്ന് പറയുന്ന മെട്രിക്സ് 2 3 3 4 ഇതാണ്. ഇങ്ങനെയാണ് ഒരു മെട്രിക്സ് ഫ്രെയിം ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം എന്താണ് ഒരു സ്ക്വയർ മെട്രിക്സ് കൂടെ ആണ്. കാര്യം എന്താ ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ് 2 by 2 ആണ്. സെയിം നമ്പർ ഓഫ് റോയും സെയിം നമ്പർ ഓഫ് കോളവും ആണ്. അതുകൊണ്ട് നമുക്ക് ഓർഡർ എളുപ്പത്തിൽ പറയാം. ഒരു ഐഡിയ എഴുതിയിട്ടുണ്ടാവും അല്ലെ. അപ്പോ ഈ ഒരു AIG എന്നുള്ള സംഭവത്തെ കുറിച്ച് ഒരിക്കലും മറക്കരുത്. ഈ A ഇസിക്കൽ ടു AIG എന്ന് പറഞ്ഞത് ആൽഫബറ്റ്സ് നമുക്ക് മാറ്റാൻ B ഇസിക്കൽ ടു BIJ, C ഇസിക്കൽ ടു CIJ എന്ത് വേണമെങ്കിലും മാറ്റാം. മെട്രിക്സ് പൊതുവെ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഡിനോട്ട് ചെയ്യാം. ഒരു മെട്രിക്സിന്റെ പേര് പറയുമ്പോൾ ക്യാപിറ്റൽ ABCDXYZ എന്ത് വേണമെങ്കിലും കൊടുക്കും. അകത്ത് എഴുതുമ്പോൾ എലമെന്റ്സ് നമ്മൾ സ്മോൾ ലെറ്ററിൽ ഡിനോട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതുവരെ പഠിപ്പിച്ച രീതി വെച്ചുകൊണ്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. റൈറ്റ്, ഇതേ ഫ്രെയിമിലുള്ളത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യാം. അത് ഞാൻ ഇവിടെ കാണിക്കാം. കൺസ്ട്രക്ട് 3 by 2 മെട്രിക്സ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. കൺസ്ട്രക്ട് 3 by 2 മെട്രിക്സ്. 3 by 2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 റോയും 2 കോളവും ഉണ്ടാവും. റൈറ്റ്, ശരി. ഹൂസ് എലമെന്റ്സ് ആർ ഗിവൺ ബൈ AIJ is equal to AIJ. സ്മോൾ ആയിട്ടാണ് സംഭവം. എന്താ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. എലമെന്റ്സ് ആണ് മെട്രിക്സിനകത്തുള്ള. AIJ is equal to half into mod ബ്രാക്കറ്റ് അല്ല മോഡ് ആണ്. മോഡ് I minus 3j. എന്താണ് മോഡുലസ് എഴുതുമ്പോഴുള്ള പ്രത്യേകം നമുക്കറിയാം. അതിനകത്തുള്ള എലമെന്റ്സ് നെഗറ്റീവായി വന്നു കഴിഞ്ഞാൽ മോഡ് മാറ്റുമ്പോൾ എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. അത് കഴിഞ്ഞ കൊല്ലങ്ങളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ ഫ്രെയിമിൽ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടാണ് നമുക്കൊരു 3 by 2 മെട്രിക്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ 3 by 2 മെട്രിക്സിന്റെ AIJ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള എലമെന്റ്സ് ഇങ്ങനെ വേണം വരാൻ എന്നാണ് അവർ പറയുന്നത്. അപ്പോ നമുക്ക് വേണ്ട മെട്രിക്സ് A ആണെന്ന് അറിയാം. ഞാൻ A എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തു വെച്ച് നോട്ട് ചെയ്തു. A എന്ന് പറയുന്ന മെട്രിക്സ് 3 by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് 3 റോ ഉണ്ടാകും, 2 കോളങ്ങൾ ഉണ്ടാകും. ഞാൻ അതൊന്ന് മനസ്സിലാക്കണ്ട, ഈ സൈഡിലേക്ക് നോട്ട് ചെയ്യാം. അതില് 3 റോ ഉണ്ടാകും, 2 കോളങ്ങൾ ഉണ്ടാകും. ഓൾറെഡി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്താണ്?
ഞാൻ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ഞാൻ പെട്ടെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 into 2 എത്രയാണ്? 6. 6 എലമെന്റ്സ് ഉണ്ടാവും. അതായത് നമുക്ക് 6 എലമെന്റ്സ് ഉണ്ടാവും. 1 2 3 4 5 6 6 എലമെന്റ്സ് അല്ലേ ഉള്ളൂ. അപ്പൊ ഈ 6 എലമെന്റ്സ് നമുക്ക് ഒരു മെട്രിക്സ് പോലെ സെറ്റ് ചെയ്തെടുക്കാം. അതിന് നമുക്ക് ആദ്യം റോയുടെയും കോളത്തിന്റെയും പൊസിഷനൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ആദ്യം നോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അതിനെ R1 R2 R3 എന്ന് വിളിക്കും. ഇതിന് ഞാൻ C1 C2 എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഓരോ പൊസിഷനിലുള്ള നമുക്ക് ഓരോ പൊസിഷനായിട്ട് മാർക്ക് ചെയ്യാം. ഇതെന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് റോയിലെ ഈ എലമെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലാണ് അല്ലെ. ആദ്യം റോ ഫസ്റ്റ് കോളം. റൈറ്റ്. ഇത് വരുമ്പോഴോ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഇതോ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. സെക്കൻഡ് റോ ആണ്, കോളം എന്ത് തന്നെ? ഫസ്റ്റ് തന്നെ. ഇതെന്താണ്? സെക്കൻഡ് റോ സെക്കൻഡ് കോളം. അടുത്തത് തേർഡ് റോ ആണ്. തേർഡ് റോ ഫസ്റ്റ് കോളം. അടുത്ത എന്താണ്? തേർഡ് റോ സെക്കൻഡ് കോളം. അപ്പൊ ഇത് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതാൻ പറ്റും. കാര്യം എന്താ? ഇത് IJ എന്നുള്ള ഫ്രെയിമിലാണ് വരിക എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ വേണ്ടത് എന്തൊക്കെയാണ്? A11 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് എലമെന്റ് ആവുമല്ലോ. അതേപോലെ തന്നെ A12. അടുത്തത് A21. അടുത്തത് A22. അടുത്തത് A31. അടുത്ത എന്താണ്? A32. അപ്പോ ഇതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്നായി ചെയ്തു പോകണം. അപ്പൊ AIJ ആണെന്ന് അറിയാം. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ പറയുന്നു. ആദ്യം ഞാൻ A11 കണ്ടുപിടിക്കാം. കാര്യം A11 ആണല്ലോ ആദ്യം വേണ്ടേ. A11 എന്താണെന്ന് ചോദിച്ചാൽ വരയ്ക്കട്ടെ. കണ്ടുപിടിക്കേണ്ട മെട്രിക്സിന്റെ ഓർഡർ നമുക്ക് വീണ്ടും പറയാം. ഞാൻ ഓർഡർ മാർക്ക് ചെയ്ത് 3/2 എന്നറിയാം. ഉറപ്പായിട്ടും 3/2 ആണ് എഴുതുന്നത്. അത് ഫൈനൽ ആൻസർ എഴുതി നിർത്തുക. ഇതാകുമ്പോൾ ആൻസറായി ചെയ്തു. അപ്പൊ A11 അപ്ലൈ ചെയ്യാം. 1/2 ഇൻറ്റു മോഡ് ഐയുടെ സ്ഥാനത്തും 1 ആണ്, ജിയുടെ സ്ഥാനത്തും 1 ആണ്. സോ 1 മൈനസ് 3 ഇൻറ്റു ജിയുടെ സ്ഥാനത്ത് 1 അല്ലേ. 3 ഇൻറ്റു 1 എത്രയാണ്? 3 തന്നെയാണ്. 1 മൈനസ് 3 എത്രയാണ്? -2 ആണ്. മോഡ് -2 എന്ന് പറയുമ്പോൾ എന്ത് തന്നെ വരും? 2 എന്ന് തന്നെ വരും. അപ്പൊ എന്താ സംഭവിക്കുക? വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, 1 മൈനസ് 3 എന്ന് പറയുന്നത് -2 ആണ്. മോഡുലസ് ഓഫ് -2 എന്ന് പറയുമ്പോൾ -1 എന്തായിപ്പോവും? പ്ലസ് ആയിപ്പോവും. അപ്പൊ ഉറപ്പായിട്ട് എന്തായിരിക്കും? 2 വരും. അപ്പൊ കട്ട് ചെയ്യുന്ന ആൻസർ എത്ര വരിക? 1. അങ്ങനെ അപ്പോ ആദ്യത്തത് കിട്ടി 1. രണ്ടാമത്തേക്ക് പോകുന്നു. അടുത്ത എന്താ? A12 അല്ലെ. A12 1/2 ഇൻറ്റു മോഡ്, ഇവിടെ 1 2 ആയതുകൊണ്ട് തന്നെ I1 ഉം J എത്ര ആയിരിക്കും? 2 വരും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? 1 മൈനസ് J2 ആണ്. സോ 3 ഇൻറ്റു 2. നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഇതിനകത്ത് ഉണ്ടാവണം. ഇത് നോക്കിയാണ് നമ്മൾ പറയുന്നത്. J2 ആണ്. 3 ഇൻറ്റു 2 എത്രയാണ്? 6 ആണ്. ഇത് 1 ആണെന്ന് അറിയാം. സോ 1 മൈനസ് 6 എന്ന് പറയുന്നത് എന്താണ്? -5 ആണ്. മോഡ് കളയുമ്പോൾ അത് 5 ആയി മാറും. അപ്പോ ഞാൻ ഇവിടെ എഴുതുമ്പോ എന്തായാലും ഡയറക്റ്റ് ഇവിടെ എഴുതി പോകുന്നത് കൊണ്ട് നമുക്ക് ആ ഓർഡറിൽ തന്നെ പോകാം. 3 ഇൻറ്റു നമ്മൾ ജയിക്ക് പറയുന്നത് 2 അല്ലേ. 3 ഇൻറ്റു 2 എത്രയാണ്? 6 ആണ്. അപ്പോ 1 മൈനസ് 6 എന്ന് പറയുന്നത് -5 ആണ്. മോഡ് -5 എന്ന് പറയുന്നത് 5 ആണ്. സോ ആൻസർ ഇസ് 5 ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു 5 എന്നാണ്. ദാറ്റ് ഇസ് 5/2. കറക്റ്റ് അല്ലേ? അപ്പൊ അടുത്ത എലമെന്റ് കിട്ടി എത്ര? 5/2. ഫ്രാക്ഷൻ ആയിട്ട് ഇടുക. ഫ്രാക്ഷനോ ഡെസിമലോ എന്ത് വേണമെങ്കിലും ഒന്നും ഒരു പ്രശ്നമല്ല. എലമെന്റ്സ് അതിനകത്ത് വന്നാൽ മാത്രമേ റിയൽ നമ്പേഴ്സ് ആയിരുന്നു. അത്രേ ഉള്ളൂ. റൈറ്റ്. ശരി. അടുത്തത് ഇനിയിപ്പോ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നിങ്ങൾക്ക് പോസ് ചെയ്ത് വെച്ചിട്ട് സ്വന്തമായിട്ട് ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന അവസാനത്തെ ആൻസർ കിട്ടിയ അതല്ലെങ്കിൽ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടെ കണ്ടു നോക്കുക. റൈറ്റ്. ഇതുകൂടെ ഞാൻ പറഞ്ഞുതരും. ഇനി ഞാൻ തരാൻ പോകുന്നതെല്ലാം വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഹോംവർക്ക് ആയിരിക്കും. അത് കൃത്യമായി ചെയ്യുക. അത് കൃത്യമായി ചെയ്ത് നോട്ട്ബുക്കിൽ ഉണ്ടാവണം. കറക്റ്റായിട്ട് ഓർഡർ കാര്യങ്ങളൊക്കെ അറിയാം. എങ്ങനെയാണ് ചെയ്യേണ്ട രീതികളൊക്കെ അറിയാം. അത് പറയുന്ന ഈ പറഞ്ഞ റെഗുലർ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ നോട്ട്ബുക്കിൽ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാവണം കൃത്യമായിട്ട്. ഓക്കെ. ശരി. അപ്പൊ അടുത്തത് A21. സോ 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് I2 ഉം J എത്രയാണ്? 1 ആണ്. അപ്പൊ എന്താ വരിക? 2 മൈനസ് ജെയുടെ സ്ഥാനത്താണ് 1 വരുന്നത് അല്ലെ. അപ്പൊ 3 ഇൻറ്റു 1 ആണ്. ജെയുടെ സ്ഥാനത്ത് 1 അല്ലെ. 3 ഇൻറ്റു 1 എത്ര? 3 തന്നെയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? 2 മൈനസ് 3 -1 ആണ്. മോഡാകുമ്പോൾ 1 വരും. സോ ദ ആൻസർ ഇസ് 1/2. അപ്പോ ഇതെത്രയായി? 1/2. അടുത്ത ഇനി എന്താ വേണ്ടേ? A22 ആണ്. ഇത് കൃത്യമായി ഇങ്ങനെ വരച്ചു വെച്ചാൽ മാത്രമേ ഈ ഒരു ഫ്രെയിമിങ് മനസ്സിലാക്കുള്ളൂ കേട്ടോ.
അത് കൃത്യമായിട്ട് എപ്പോൾ ചെയ്യുമ്പോഴും ഈ ഒരു ട്രിക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. A22 1/2 ഇൻറ്റു മോഡ് എഗെയിൻ ഐയും ജെയും എന്ത് തന്നെയാണ് 2 തന്നെയാണ്. സോ ഐ എന്ന് പറയുന്നത് 2 മൈനസ് ജെ എന്ന് പറയുന്നത് 2 ആണ്. പക്ഷെ 3 into 2 എന്താ വരിക 6 വരും. അപ്പൊ ആൻസർ എന്താ വരിക 2 - 6 എന്ന് പറഞ്ഞാൽ -4 ആണ്. മോഡ് ഓഫ് -4 എന്ന് വെച്ചാൽ 4 ആണ്. സോ 4 ഡിവൈഡ് ബൈ 2 4/2 എത്ര ആണ് 2 ആണ്. എത്ര വരിക ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. 2 - 6 ആണ്. 2 - 6 എന്ന് പറഞ്ഞാൽ -4 ആണ്. മോഡുലസ് ഓഫ് -4 എന്ന് വെച്ചാൽ 4 ആണ്. 4 ഡിവൈഡഡ് ബൈ 2 ഇവിടെ 4 വരും. 2 വെച്ച് കട്ട് ചെയ്ത് കളയുമ്പോൾ എന്ത് വരും 2 വരും. അടുത്ത എന്താണ് അപ്പൊ A22 ആയി. അതായത് A11 പറഞ്ഞു, A12 പറഞ്ഞു, A21 പറഞ്ഞു, A22 പറഞ്ഞു. അടുത്ത എന്താണ് A31. അപ്പോ A31 1/2 ഇൻറ്റു മോഡ്. അപ്പൊ 3/1 എന്ന് പറയുമ്പോഴത്തേക്ക് അഗെയിൻ ഐയുടെ സ്ഥാനത്ത് 3യും ജെയുടെ സ്ഥാനത്ത് എന്ത് വരും 1 വരും. ഐയുടെ സ്ഥാനത്ത് 3 വരിക എന്ന് വെച്ചാൽ കണ്ടേ 3 മൈനസ് ജെയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പൊ 3 into 1 ആണ്. കാര്യം ജെയുടെ സ്ഥാനത്താണ് 1 തന്നെ. 3 into 1 എത്ര 3 ആണ്. സോ 3 - 3 3 - 3 എന്താണ് 0 ആണ്. 0 into ഏത് നമ്പർ പറഞ്ഞാലും ഉറപ്പായിട്ട് എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പൊ അവിടെ ഏത് നമ്പർ എത്രയാണ് 0 ആണ്. ക്ലിയർ. അടുത്തത് ലാസ്റ്റ് ഒരു നമ്പർ കൂടെ ഉള്ളൂ A32. A32 കൂടെ ഞാൻ പറയുന്നു. A32 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 1/2 ഇൻറ്റു മോഡ് ഐയുടെ സ്ഥാനത്ത് 3 ജെയുടെ സ്ഥാനത്ത് 2. അപ്പൊ ഐയുടെ സ്ഥാനത്ത് 3 മൈനസ് 2 ഇൻറ്റു ജെയുടെ സ്ഥാനത്ത് എത്ര 2 ആണ്. അപ്പൊ ഞാൻ അവിടെ എഴുതുന്നല്ലോ ജെയുടെ സ്ഥാനത്ത് 2 ആണ്. അപ്പൊ 3 into 2 3 into 2 എത്രയാണ് 6 ആണ്. 3 - 6 എന്ന് പറയുന്നത് -3 ആണ്. സോ -3യുടെ മോഡ് എന്ന് പറയുന്നത് 3 ആണ്. സോ 3 ഡിവൈഡ് ബൈ 2 3/2. പോസ് ചെയ്ത് വെച്ച് ചെയ്തവർക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കും. നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ മതി. വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോ ഇതാണ് അതിന്റെ ആൻസർ. അപ്പൊ എന്താണ് എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ആൻസർ എന്ന് പറയുന്ന ഈ സംഭവം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൃത്യമായിട്ട് പറഞ്ഞു നോക്കി ചെയ്യും. ഓക്കെ. ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. അതായത് എക്സാമിന് പൊതുവെ ചോദിക്കാറുള്ള കാര്യമാണ്. ഇപ്പോ നമ്മൾ സോൾവ് ചെയ്തെടുത്തല്ലോ, അല്ലാതെ ഞാൻ ഈ ക്വസ്റ്റിനെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു പുതിയൊരു ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സ് നിങ്ങൾക്കിപ്പോ കിട്ടിയ 1 5/2 1/2 2 0 3/2 ഇതൊരു പുതിയ ക്വസ്റ്റൻ ആയിട്ട് കാണും. ഞാനിപ്പോ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പെട്ടെന്ന് പറയാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ് ഇത് തന്നെ പറയുന്നത്. റൈറ്റ്. ഇങ്ങനൊരു മെട്രിക്സ് എന്ന് ചോദിക്കുമ്പോൾ ഒരു മാർക്കിനൊക്കെ പൊതുവെ ചോദിക്കാറുണ്ട്. ആദ്യത്തെ ചോദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ് എന്ന് ചോദിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. കാര്യം എന്താ ഇതില് 3 റോ ഉണ്ട്, 2 കോളങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓർഡർ എത്രയാണ് 3/2 ആണെന്ന് അറിയാം. ഒന്നാമത്തെ ചോദ്യം. 2 ഈ മെട്രിക്സിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ചോദിക്കാം. നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. അതെന്താണ് 3 into 2 എത്ര ഉണ്ട് 6 എലമെന്റ്സ് ഉണ്ട്. 3 റാൻഡം ആയിട്ട് ഓരോന്നായിട്ട് ചോദിക്കും. അതായത് ഇതില് A32 എത്രയാണെന്ന് ചോദിക്കാം. A32 അതായത് എ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആണ്. അപ്പൊ നമുക്കറിയാം എന്താ ഉദ്ദേശിക്കുന്നത് എലമെന്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അറിയാം A32 ഈ മെട്രിക്സിലെ A32 എത്രയാണെന്ന് ചോദിക്കാം. അതായത് ഞാൻ നോക്കുമ്പോൾ തന്നെ അറിയാം മൂന്നാമത്തെ റോയിലെ രണ്ടാമത്തെ കോളത്തിലുള്ള എലമെന്റ്. മൂന്നാമത്തെ റോയിൽ രണ്ടാമത്തെ കോളത്തെ എലമെന്റ് ആണ്. മൂന്നാമത്തെ റോ ഇതല്ലേ, അതിന് രണ്ടാമത്തെ കോളം ഇതല്ലേ. അപ്പൊ ആ എലമെന്റ് വരാം മൂന്നാമത്തെ റോയിലെ രണ്ടാമത്തെ കോളം. അപ്പൊ ആൻസർ എത്ര വരിക 3/2. ഇതുപോലെ റാൻഡം ആയിട്ട് അവർക്ക് എന്തും ചോദിക്കാം. അതുപോലെ ഞാൻ ചോദിക്കുകയാണ് A12 എത്രയാണെന്ന് ചോദിക്കാം. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം എത്ര വരിക 5/2. ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു മാർക്കിന് ഇതൊക്കെ ചോദിക്കുന്നുള്ളൂ. ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻ. ഭാഗ്യം ഉണ്ടെങ്കിൽ ചോദിക്കും, ചോദിച്ചാൽ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേസിക് കണ്ടന്റ് മനസ്സിലാക്കി വെച്ചുകൊണ്ട് ചെയ്യുന്ന കുറച്ച് അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ പരിപാടികളൊക്കെ ഉണ്ട്. അത് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് 100% അതിന് മാർക്ക് കിട്ടും. ഇതുമായി ബന്ധപ്പെട്ട ഇനി നമുക്ക് അങ്ങോട്ട് പഠിക്കാനുള്ളത്. സോ അതിന് മുമ്പായിട്ട് ഇതൊന്ന് കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു സ്പീഡ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സ്പീഡ് ഉണ്ടാക്കിയെടുക്കാം. റൈറ്റ്. ശരി. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് എക്സസൈസിലെ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്ക് തരാം. അപ്പൊ ചെയ്യാനുള്ള വർക്ക് ഈ കാണുന്നത് പോലെ എക്സസൈസ് 3.1ലെയാണ്. എക്സസൈസ് 3.1ലെ ഞാൻ ഈ പറയുന്ന 3 ചോദ്യങ്ങൾ, അതായത് 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 4 നിങ്ങൾ ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്യണം. ഓക്കെ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞേക്കാം. സാധാരണ ടെക്സ്റ്റില് പേജ് നമ്പർ 64 ആണ് വരിക. 64. ഇപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളുമായി കണക്ട് ചെയ്ത് വരുന്ന 3 എണ്ണമാണ്. റൈറ്റ്.
അപ്പോ 1, 4, 5 ഈ പറയുന്ന 3 സെഷൻ ഓഫ് ക്വസ്റ്റ്യൻ. അതിൽ 1ല് 3 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നോട്ട് ചെയ്ത് വെച്ച് ചെയ്യുക. 4ല് 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നോട്ട് ചെയ്ത് വെച്ച് ചെയ്യുക. 5ല് 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നോട്ട് ചെയ്ത് വെച്ച് ചെയ്യുക. ക്ലിയർ? അപ്പോ ഇത്രയാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. ഇന്ന് പഠിപ്പിച്ച ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയിക്കുക. അതനുസരിച്ച് അത് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് അടുത്ത ക്ലാസ്സിൽ തരുന്നതായിരിക്കും. വീണ്ടും ഇതിന്റെ ബാക്കി അടുത്ത പോർഷനുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം.